അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കിടത്തവും കാര്യമൊക്കെ വരുന്നത്. മല, അതായത് ഡെക്കാൻ താജ്മഹൽ എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. അതായത് പാറ ഇങ്ങനൊരു റാ ഷേപ്പിലാണ് കിടക്കുന്നത്, ഒരു ഓവൻ ഷേപ്പ്. ആകെ പണിയാകുമല്ലോ. ഹായ് ചെയ്യുമാരിലേക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഓക്കെ. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് ഇന്നലെ സ്റ്റേ ചെയ്ത പമ്പിലാണ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്നത് ഔറംഗാബാദിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഔറംഗാബാദ് പോകും. ഇതിലങ്ങനെ പോകും നമ്മൾ. അതെന്തെങ്കിലും പറയാണ്ട് എനിക്ക് ഔറംഗാബാദിനെ കുറിച്ച് വല്ലതും പറയാണ്ട് പറഞ്ഞു. ഔറംഗാബാദിനെ കുറിച്ച് എന്ത് പറയാൻ, വളരെ നല്ല അഭിപ്രായം അല്ലേ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഈ കുളം എന്ന് പറയുന്നത് ഈ കൃഷിയിടങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളം ശേഖരിച്ച് വെക്കുന്ന കുളമാണ്. അവർ നിർമ്മിച്ചിട്ടുള്ളൊരു കുളമാണ്, പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ചിട്ട്. ഏതായാലും ഞങ്ങൾ ആ ഒരു വഴിക്ക് പോവുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഔറംഗാബാദിൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 2 കേവ്സ് ഉണ്ട്. അതായത് യെല്ലോറ കേവ്സും അജന്ത കേവ്സും. അതിലിപ്പോൾ യെല്ലോറ കേവ്സ് ഇന്ന് ക്ലോസ് ആണെന്നാണ് ഈ ഗൂഗിൾ മാപ്പിലേക്ക് കാണിക്കുന്നത്. അജന്ത കേവ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ യെല്ലോറ കേവ്സ് ഇവിടുന്ന് ഒരു 69 കിലോമീറ്ററും അജന്ത കേവ്സ് 161 കിലോമീറ്ററും അത്രയും ദൂരത്തിന് മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് എത്തി യെല്ലോറയിലായിരിക്കും. പക്ഷേങ്കിൽ അവിടെ ക്ലോസ് ആണെങ്കിൽ അവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നടക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെ മുന്നിലേക്ക് തന്നെ പോകും. അജന്ത കേവ്സ് ആണെങ്കിൽ നമുക്ക് നാളെ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ നമുക്ക് 160 കിലോമീറ്റർ ഓടിയിട്ട് അവിടെ എത്തി ക്ലോസിങ്ങിൻ്റെ മുന്നേ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ ഇതുവഴി അങ്ങനെ പോയി നോക്കാം. പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല, കുക്കിങ് കാര്യം നടന്നില്ല, ചായ കുടിച്ചില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് പമ്പിലായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരുന്നു. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട്, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അങ്ങനെ പോയിട്ട് എവിടെയും പോയിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാം അല്ലേ. നമ്മുടെ വെള്ളം പറ്റ കഴിഞ്ഞിട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എടുക്കാൻ വെള്ളം 2 ചായ ഇവിടെ നിന്ന് തന്നെ ഒന്ന് കുടിക്കുക ഫസ്റ്റ്. ഇവിടെ നിന്ന് ചായ കുടിക്കുക. കാരണം നമ്മൾ രാവിലെ ഒന്ന് കുക്ക് ചെയ്തില്ല. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:45 വരെ നേരമായിട്ടൊന്നും കുക്ക് ചെയ്തില്ല. അപ്പോൾ കുക്കിങ് കാര്യമൊക്കെ ചെയ്യാണ്ട് ഇവിടെ നിന്ന് ആദ്യം 2 ചായ കുടിക്കുന്നുണ്ട്. വെള്ളത്തിന് അത്ര ചോദിച്ചു നോക്കണം. വേണ്ട, അത്രേ ഉള്ളൂ. പവറായി കയറാം. റേറ്റ് തന്നെ പൈപ്പ് പൊട്ടരുത് കേട്ടോ, ശ്രദ്ധിക്ക്. അതിലങ്ങനെയാണ് റോഡ് പോകുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോരുന്നത്. അതിലെങ്ങനെ പോകുന്ന ഈ ഒരു ചെറിയൊരു വഴിയാണ്. ആ ചെറിയൊരു വഴിക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല തണലാണ്, ഒഴിഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കാര്യമായ രീതിയിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നത്തെ ഞങ്ങളുടെ കുക്കിങ്ങിൻ്റെ ഭാഗം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിയാണ്. ലോക കഞ്ഞി ഇന്ന് കഞ്ഞിയാണ് ഗൈസ്. കഞ്ഞി കുടിക്കാൻ കഴിയുന്നത്. കഞ്ഞി കുറച്ച് ദിവസമായി ഇപ്പോൾ കുടിച്ചിട്ട്. രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ലല്ലോ. ബിസ്ക്കറ്റ് ഉണ്ട്. ഒരു ബിസ്ക്കറ്റും കൂടെ ഉണ്ടല്ലേ അതിൽ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് എന്താ സാധാരണ 2 അല്ല ഇടല്. അപ്പോൾ അതിന് 3 ആക്കണം. 3 ആക്കണ്ട, 2.5 ആയിക്കളാം. കഞ്ഞിയായിട്ട് വെക്കല്ലേ. അപ്പോൾ പിന്നെ 2.25 ഇട്ടാലും മതി. എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ ഉണ്ടാവും. ഹരിഹർ ഫോർട്ട് കയറാൻ പോയപ്പോൾ അവിടെ നിന്ന് അമ്മ ഞങ്ങൾക്ക് 2 മാങ്ങ തന്നിരുന്നു. ഒരു മാങ്ങ പോരാടാ, ഇത് വാടി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇത് വേഗം തീരുമാനമാക്കണം. ഈ ഒരു മാങ്ങ ഇന്ന് എന്താ കഞ്ഞി ആയതുകൊണ്ട് തന്നെ മാങ്ങാ ചമ്മന്തി ആക്കരുത്. മാങ്ങാ ചമ്മന്തി കഞ്ഞി മാങ്ങാ ചമ്മന്തി. 2 പച്ചമുളക് ഇടുക. കാണിച്ചു തരാം. അപ്പോൾ അത് റെഡിയായി. ടേസ്റ്റ് നോട്ടം. അവൻ്റെ മോനെ കഞ്ഞി കുറേ കുടിച്ചു വിട്ടോ നമ്മൾ. പറടാ അപ്പോൾ ആ ചമ്മന്തിയായി, കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നു. ചായക്ക് ബിസ്ക്കറ്റാണുള്ളത് അല്ലേ. ചെക്കായോ അത് നാടെ തുമ്പിലെ കളഞ്ഞ് ഞാൻ ആ പൊട്ടുന്ന് ചെക്കായി പോയത്. നമ്മളിതുപോലെ ഒരു പൊതിയാക്കി വെച്ചിരിക്കണം കേട്ടോ.
ഒരല്ലാട് തൊട്ടപ്പോ ഇപ്പൊ ഫുള്ള് ഒരലുമ്പലാണല്ലോ കളി. ആടി ആടി വെക്കുന്നോര് ഒന്നൊരു ദിവസം എടുത്ത് നോക്കുമ്പോ ഞാൻ കുടുങ്ങിയോ. അവിടെ ആടി കുത്തിർന്നാ മതി, ഇനിയിപ്പോ ഡെയിലി എടുക്കേണ്ട അവസ്ഥയാണല്ലോ. ഒരു ക്രീം ബിസ്ക്കറ്റ് അല്ലൊക്കെ. ഈ 2 ബിസ്ക്കറ്റ് രാവിലേക്ക് ഉള്ളൂ. ഇനി നമ്മുടെ ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ അടിപൊളിയാ. പരിപാടി ഫുള്ള് കഴിഞ്ഞു, കംപ്ലീറ്റ് സാധനം കയറ്റി വെച്ചു. സെറ്റല്ലേ? പോയാലോ? പോയോക്കാം. നമ്മൾ ഇതിലേട്ടോ ഈ ഒരു ഓഫ് റോഡ് ഇങ്ങനെയാണ് പോകുന്നത്, അതിൽ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പോയി നോക്കാം അതിലൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാലോ. അതായത് ടാറിംഗ് എന്നുള്ള റോഡല്ല, നമ്മുടെ കോറി വേസ്റ്റൊക്കെ തട്ടിയിട്ടുണ്ടാക്കുന്ന റോഡില്ലേ, ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇവരുടെ വാഹനങ്ങൾ ട്രാക്ടറും ഇവിടുന്ന് ലോഡ് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള വഴികളാണ്. അത്തരം വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡൊക്കെ നല്ല കൃഷി ചെയ്യുന്ന ഏരിയ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. റോട്ടിക്ക് മെയിൻ റോട്ടിക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് റോട്ടിക്ക് കയറട്ടെ കേട്ടോ. അമ്മേ ആകെ കുലുങ്ങുവാണ്. വണ്ടി എന്താകും, പൊളിയോ? ആകെ പണിയാകുമല്ലോ. ഞങ്ങളൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കഞ്ഞിയായിരുന്നു. പക്ഷെ ഇത് കഞ്ഞിയൊക്കെ ചോറായി. ഇതൊക്കെ കറി വേണ്ടല്ലേ, എന്താ ചെയ്യത്? വെള്ളം ഒഴിക്കടെ ഭയങ്കര എന്താ ഈ ചോറ് ഇങ്ങനെ. കഞ്ഞി ഉണ്ടാക്കിയ ചോറായി, അത്ഭുതം. കഞ്ഞി ഉണ്ടാക്കി കഞ്ഞിയായിരുന്നു. ഞങ്ങള് 10 മണിക്ക് കഞ്ഞി കുടിച്ചതാണ്. കഞ്ഞി കുടിച്ചാണ്ട് ഇപ്പോ ചോറായി. ഇതാണ് ആകെ വെന്ത്. ഇതിക്ക് കുറച്ച് പഞ്ചസാരയും അതെ ഉപ്മാവായി കഴിക്കാം. അതെ, അങ്ങനെ നമ്മൾ ഔറംഗാബാദിലേക്ക് തിരികുവാണ്. ലോക്കല്ലേ? ലോക്കൽ ഔറംഗാബാദ്. ആർമിന്റെ കണ്ടിച്ച് വണ്ടി ഉണ്ട് അവിടെ, ആർമിന്റെ വണ്ടി യുദ്ധത്തിന് പോണേ. പിന്നെ അതിൻ്റെ ആർമിന്റെ ക്യാമ്പോ ടാങ്ക് അല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി അപ്പോൾ വണ്ടി ലോക്കാക്കിയിട്ടുണ്ട്. എന്നാൽ കയറാം ലുക്ക് നമുക്ക് കയറാം. അതായത് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്താ ഔറംഗാബാദിലെ ഒരു ക്യൂവാണത്. ഔറംഗാബാദ് ക്യൂ എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന്. ഇതും തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ കാർല ക്യൂസിൻ്റെ അത് ബജ ക്യൂസിൻ്റെ ഒക്കെ പോലെയൊക്കെ തന്നെയാണ്. മേലേക്ക് പോയേക്കാം. ഇവിടെ ഒരുപാട് എന്താ ബുദ്ധിസ്റ്റുകളൊക്കെ മറവ് ചെയ്ത പോലെ അല്ലേ, ഒരുപാട് സംഭവങ്ങളുണ്ടായി, ക്രിസ്ത്യൻസ് ഉണ്ടാക്കിയ പോലെ. ഇനി ഇതിലെങ്ങനെയാണ്? അവിടെ എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? അവിടെ എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? അത് പോയേക്കാം. അതായത് ഇതിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന കവാടത്തിലുള്ള അല്ലേ, നല്ല രസമായി നല്ലൊരു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വെൽക്കം ഗേറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എവിടെ നിന്നാണ് ടിക്കറ്റും കാര്യം എടുക്കാമെന്നൊന്നും അറിയില്ല. അവിടെയാണ് തോന്നുന്നു ടിക്കറ്റും കാര്യമൊക്കെ. നമുക്കപ്പോൾ ഇതിൽ എങ്ങനെ കയറി പോകണം? ഏറ്റവും മേലെ അവിടേക്ക് എത്തണം നമുക്ക്. എത്ര പടികളാന്ന് കണക്കൊക്കെ അറിയില്ല, കാരണം അത് ഇതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ വേറെ എവിടെയും പരാമർശിക്കുന്നില്ല ഇതിനെക്കുറിച്ച് വല്ലാതെ. അവിടെ എന്തൊരു ബുദ്ധൻ്റെ ക്ഷേത്രം പോലെയാണ്. അവിടെ ഒരുപാട് പേര് ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. എന്താ സംഭവം വെയിലായിട്ടില്ലേ? കൊടൂര വെയിലാണ്. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 3 മണിയാണ്. 3 മണിക്കൊക്കെ കൊടൂര വെയിലാണ് അവിടെ. ഒക്കെ ബുദ്ധൻ്റെയാണ്. ബുദ്ധൻ്റെ ശില്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇതേ മറ്റേ പോലെയൊന്നുമല്ല, കടും കുത്തനെയാണ്. ഉണ്ടോ? കയറി പോരുമ്പോൾ തന്നെ കാലിനൊക്കെ ചെറിയ ഇതിലുണ്ടല്ലേ. പക്ഷെ അധികം അങ്ങോട്ട് കയറി പോകാനൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അതിലിങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് പോകണം തോന്നുന്നത്. കുറച്ചാണ്ട് കയറി പോന്നു. ഇപ്പം തന്നെ നല്ല ക്ഷീണമായിരിക്കോ, നന്നായിട്ട് കുഴങ്ങി. വെയിലാണ്. കണ്ടോ? നമ്മൾ കയറി പോകുന്നത് അതിലായിരുന്നു. ഇനി ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് എത്ര ടിക്കറ്റ് വരുന്നത് അറിയില്ല, ചോദിക്കണമെങ്കിൽ അതൊക്കെയുണ്ട്. 50 തോന്നുന്നു. 50 ഇതുവരെ 50 വന്നത് അല്ല. നമുക്ക് ഒരാൾക്ക് 25.
ടിക്കറ്റ് 24 റുപ്യ. അത് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് മുപ്പര് പറയണത്. ഇതിലിങ്ങനെ പോയിട്ട് അതിലെങ്ങനെ ഇറങ്ങാം അല്ലേ? ഇതിലേ പോവാം. 2 വഴിയാണ്. ഇതിലേം പോവാം ഇതിലേം പോവാം. നമ്മളിതിലെ പോയിട്ട് അതിലിറങ്ങിയാലോ എന്ന് കാരണം കരുതുന്നുണ്ട്. അതായത് നമ്മളിതിനെ താഴത്തേക്ക് എത്തിയിട്ടാ. കണ്ടാ ഒരു പാറേൻ്റെ പക്കാണല്ലേ. തേനീച്ച ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ തേനുണ്ട്. ആ പലകൊക്കെ ഒരിടം ചാടിയുണ്ടോണ്ട് അല്ലേ? ഒരു പലക വലുതൊന്നും ചാടിയുണ്ട്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ മേലേക്ക് എത്തിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ സുഖമല്ലൊക്കെ. അതായത് അവിടെ ഉണ്ടെങ്കിൽ ഔറംഗാബാദിൻ്റെ നല്ലൊരു വ്യൂ. ഇത് അസാധ്യമാണ്. കാരണം ആ ഒരു ടൗണിൻ്റെ ആ ഒരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ചിലപ്പോൾ ഇത്. എത്രയപ്പോൾ ഇതിൻ്റെ എതിരെ അതിൽ അങ്ങനെ അങ്ങോട്ട് വെള്ള ബിൽഡിങ്ങുകളല്ലേ. ആ അപ്പോൾ ഇവിടെയാണ്, ഇത് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമ്മളവിടെ കണ്ടിരുന്നത് മരം കൊണ്ട് കൊത്തിയതായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പാറ കൊണ്ട് തന്നെ ആണ് അത് ചെയ്തത്. അതായത് മരം കൊണ്ട് കൊത്തിയെന്ന് ഉദ്ദേശിച്ചത് ഞാൻ നമ്മുടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അത് മരമായിരുന്നു നമ്മൾ കാർലാസ് കീവിലൊക്കെ കണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് പാറയിൽ തന്നെ കൊത്തിയേക്കുവാണ്. പിന്നെ ബുദ്ധൻ്റെ ഇവിടെ ഒരു ശില കൊത്തിയിട്ടുണ്ട് അല്ലേ? ബുദ്ധൻ്റെ ഇത് ഇങ്ങനെ നിൽക്കുന്നൊരു പാറയാണ്. അവന്മാരാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. കാണാൻ നല്ല രസമാണ് അല്ലേ? ഞാൻ അങ്ങോട്ട് പോയി ഇതിൻ്റെ അപ്പുറത്ത് എന്തോന്ന് കാണാണ്ട് നമ്മളെ കയറിനോടുത്ത്. ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും തന്നെ 1-2 റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ എന്തോ ചോദിച്ചു നോക്കുന്നു കൊണ്ട് നമ്മളിങ്ങനെ പോയി നോക്കാം അല്ലേ? അതായത് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ധാരാളം കാഴ്ചകൾ കാണാണ്ടല്ലോ. ഇപ്പോൾ ആ ഫില്ലർമിലൊക്കെ അതിനകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡില്ല. അപ്പം അതിൻ്റെ ഫില്ലർമിലൊക്കെ ധാരാളം കൊത്തുപണികൾ ദേവീ ദേവ സങ്കല്പത്തിലൊക്കെ കുത്തിയതാവാം. അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് ബുദ്ധൻ്റെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ പാറയിൽ കുത്തി ഉണ്ടാക്കിയതാണ്, അവർ കൊത്തി നിർമ്മിച്ചതാണെന്നുള്ളതാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. കാരണം ഇത് ഫുൾ വർക്ക് അവർ ചെയ്തിട്ടുള്ളത് ആ ഒരു കാലത്ത്, അതായത് 6-7 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം മുന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ തന്നെ വെള്ളമുള്ളൊരു ഏരിയ തോന്നുന്നത്. അതിന് പിന്നെ ലോക്കും കാര്യമൊക്കെ ഇട്ടുണ്ട് അല്ലേ? ഗുണാകേസ് ചെക്കന്മാർ പോയ മാതിരി കാര്യം. പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഇഷ്ടം പോലെ വർക്കുകൾ. ഇത് സത്യം പറഞ്ഞാൽ ഈ പാറയ്ക്ക് വലിയൊരു ഉറപ്പില്ല എന്നാണ് കണക്കാക്കുന്നത്. വലിയൊരു ഉറപ്പില്ലാത്തൊരു എന്നാലും ഉണ്ട് താനും, മനസ്സിലായോ? അതിനകത്ത് കയറിയപ്പോൾ എന്നാ ഒരു തണുപ്പായിരുന്നു, അടിപൊളി തണുപ്പ്. അപ്പോൾ നമ്മളിതിനകത്ത് കയറുന്നുണ്ട്. അവിടെ ഉണ്ടോ ബുദ്ധ ഇരിക്കുന്നത്? നമ്മളിതിനകത്ത് കയറുവാണ്. ബുദ്ധനെ ഇവിടെയും തന്നെ കൊത്തി വെച്ചിട്ടുണ്ട്. അവിടെയും തന്നെ ഒരു ദേവസങ്കല്പത്തിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇവിടെ പക്ഷേ ഒരു ശില്പം ഉണ്ടായിരുന്നു, അത് പോയതാണ് അല്ലേ? ഇതിലൊക്കെ ഇത്രയും വർക്ക് ഇതെന്ന് വെച്ചാൽ അത്രയും വർക്ക് അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അതിലെ എൻ്റെ മക്കളെ. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇതിലങ്ങനെ പോയി അതിൻ്റെ ബാക്കിൽ കൂടെ അങ്ങനെ വരാം. ഇത് മാത്രം ഇങ്ങനെ കൊത്തി വേറെ സ്പീസായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ധാരാളം വർക്കുകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വർക്കുകൾ. ഇത്രയും വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇവർ എത്ര കാലം കൊണ്ടാവും ചെയ്ത് തീർത്തുണ്ടാകും. ബുദ്ധല്ലേ, ബുദ്ധൻ തപസ്സിരുന്ന സ്ഥലത്ത് തണൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൂട് കാരണക്കാരെ കൊച്ചികളില്ലേ, കൊച്ചികളൊക്കെ മേത്ത് കൂടെ ഇങ്ങനെ അയച്ച് കയറിയാണ്ട് തലേമ കുത്തിരിക്കാണ് കൊച്ചികൾ. ആ ഫോട്ടോ ഉണ്ടോ അവിടെ? തലയിലപ്പോൾ കാണുന്ന മുടിയല്ല, ഒച്ചാണ്. അതെ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഓക്കെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണത്. കണ്ടാ, അതായത് പാറ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്, ഒരു ഓവൻ ഷേപ്പ്. ഇതിലേ നമുക്ക് കയറാം. നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നത് ഇതിലായിരിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ഉണ്ടാ കുറച്ച് വെട്ടും കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കണം, കാണണം. Cave 1 Cave 1 ആണ്. അങ്ങനെയുണ്ട്. ഓരോ കീവിലും അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓരോ കീവിലും ഓരോ പ്രത്യേകതയുണ്ട്. അതായത് ഓരോ ശില്പങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ കൊത്തുപണികൾക്കും വ്യത്യസ്തമാണ് ഓരോ കീവ് കേട്ടോ. ഈ Cave 1 അവിടുത്തുള്ളത്. പാറ നിൽക്കാണ്ട് ഇങ്ങനെ കിടക്കുന്ന ഈ പാറയാണ് അവർ ഇത്ര എങ്ങനെയാവും ഇത് ഇത്ര
ഷാർപ്പിൽ കട്ട് ചെയ്ത് ഇന്നൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ? എന്ത് മെഷീൻ വെക്കുമോ അത്രയും? ഇപ്പോഴത്തെ കാലത്ത് ഓരോ മെഷീനും കാര്യം ഉണ്ടായിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്നില്ല. വർക്കുകളുണ്ട ഇതിനകത്തും തന്നെ നമ്മൾ കാറിലും ബജാറിലൊക്കെ പോയ പോലെ തന്നെ ധാരാളം റൂമുകളുണ്ട്, അറകളുണ്ട്. ഇവിടുത്തെ ഈ ഫില്ലറുകളുടെയൊക്കെ ഒരു വണ്ണം എന്താ അല്ലേ? ഭയങ്കര വണ്ണമാണ് ഇതിനൊക്കെ. കുടിച്ചോക്കാം. ഓ ഇല്ല കിട്ടില്ല. ഇതിനിങ്ങനെ ചെറുവിരലും തൊട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് അല്ലേ? അവർ ശില്പമാണ് എല്ലായിടത്തും കൊത്തി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് 2 ഭടന്മാരെ പോലെ മേലിൽ തന്നെ അതൊരു കവാടമായിട്ടാണ് ചിലപ്പോൾ ഉണ്ടാവുക. ഇതിനൊക്കെ നെറ്റിട്ട് വെച്ചേക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായുള്ള കാഴ്ച കണ്ടു. ഇത് സത്യം പറഞ്ഞാൽ അത്ര വലിയ ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വലിയൊരു പവറില്ലാത്ത മാതിരി ഉള്ളതാണ്. പക്ഷേങ്കിൽ എന്നാൽ പവർ ഉള്ളതുമാണ്. ഒരു അണ്ണാനാക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. അവിടെ ഒന്നുകൂടി താഴത്ത് ഒന്നുകൂടി കാണാണ്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അല്ലോക്കോ ഓ അസാധ്യമായിട്ട് ചെയ്ത് വെച്ചേക്കും. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണാമല്ലോ. ശരിക്കും നമ്മൾ ആദ്യം കയറി വരുമ്പോൾ അതിലെ വന്നിട്ട് അങ്ങനെ ഫസ്റ്റ് അവിടെ പോയിട്ട് അവിടെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. നമ്പർ 5 ആണ്. ഇവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇതിലെങ്ങനെ പോയിട്ട് അതിലെങ്ങനെ വരാം അല്ലേ? ഓ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇപ്പോൾ ഈ പോയിരുന്ന ഔറംഗാബാദ് കീവ് ഉണ്ടല്ലോ, കീവ് കഴിഞ്ഞിട്ട് കീവിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഔറംഗാബാദിൽ മറ്റൊരു സംഭവം കൂടി കാണാനുണ്ട്. താജ്മഹൽ കാണാനുണ്ട്. എന്തൊക്കെയാ താജ്മഹൽ കാണാൻ വേണ്ടി പോകണം. താജ്മഹലിൻ്റെ പാർക്കിങ്ങിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ബീബി കാ മക്ബാറ എന്ന് പറയുന്ന ഒരു സമുച്ചയം അല്ലെങ്കിൽ ഒരു ശവകുടീരം കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ധാരാളം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക്ക നല്ലല്ലേ? എന്തല്ലേ ഒത്തിരി രീതിയിലാണ് വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ധാരാളം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഓ ഇവിടുന്ന് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാം കേട്ടോ. ഇത് രാത്രി 8 മണി വരെ അവിടെ ഓപ്പൺ ഉണ്ട്. 8 മണി വരെ നമുക്കിവിടെ കയറാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് വെള്ളം കാര്യമൊക്കെ കുടിക്കാൻ അങ്ങനെ എല്ലാ സംഭവമുണ്ട്. നമ്മളതിലെങ്ങനെ കറങ്ങിയിട്ട് ഇതാ കാണണം. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് അവിടെയൊക്കെ കാണാം കേട്ടോ. അയ്യോ കച്ചവടം കാര്യമൊക്കെ പോരുമ്പോൾ നമുക്കൊരു മസാലപ്പൊരി തന്നെ നോക്കുമോ? അതിൻ്റെ പോരുമ്പോൾ ഞങ്ങളൊരു മസാലപ്പൊരി തന്നെ റിട്ടേൺ വരട്ടെ. കാരണം ചെറിയൊരു വിശപ്പുണ്ടല്ലേ? അപ്പോൾ മസാലപ്പൊരിയൊക്കെ തിന്നിട്ട് അങ്ങനെ പോകാം. ബാക്കിൽ വണ്ടി ഉണ്ട് കേട്ടോ. മോനെ താജ്മഹൽ പോലെ തന്നെ കേട്ടോ. ധാരാളം ആളുകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരു വൈബ് ഉണ്ടല്ലോ നോക്കോ ആളുകൾ. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലടാ. ഇല്ല. ഓ യാ കുക്ക് ഡാൻസൊക്കെ കളിച്ചാൽ പോകണം. ഏതായാലും ഇവിടെ എവിടെയാണ് എൻട്രൻസ്? വണ്ടി നോക്ക്. എൻട്രൻസ് അതിലെയാണോ ഇതിലെയാണോ? അതാണോ ഇതാണോ? ടിക്കറ്റ് കൗണ്ടറിന് നല്ലൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടല്ലേ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി കയറാൻ വേണ്ടി പറ്റുള്ളൂ. അടിപൊളി നല്ല രസം. നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതായത് 25 റുപ്യ. ഇതുപോലത്തെ 2 ടോക്കണാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് അല്ലേ? മറ്റൊന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ചെയ്യുന്നുണ്ട്. അതവർ വാങ്ങി വെക്കും. എന്താ അങ്ങനെ വാങ്ങി വെക്കും. തമിഴ്നാട് കേരള. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തോണ്ട് ഇനി നേരെ അതിനകത്തേക്ക് കയറും. നമ്മളെ കണ്ടാൽ തന്നെ അറിയാം കേരളമാണോ തമിഴ്നാടാണോ എന്നുള്ളത്. ഓനും കേരളമാണോ വണ്ടിക്ക്. ഒരമ്മയോടുള്ള സ്നേഹം അതാണ് ഈ ബീബി കാ മക്ബാറ എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ ടോക്കണല്ല കൊടുക്കാം. വണ്ടി വരുമായിരിക്കും. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ കാണാൻ അടിപൊളിയാണ്. ഇത് ഇവിടുത്തെ ഒരു താജ്മഹലാണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് താജ്മഹലിൻ്റെ അതേ ഒരു ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൊത്തുപണി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കാർ ഇതിൻ്റെ ഒരു ലുക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയണോടാ. ആണ്ടാ എൻ്റെ മക്കളെ എന്നത് അടിപൊളിയാട്ടാ. ഓക്കെ ക്യാമറ ടിക്കറ്റ് 24. ഇനി ഇവിടെ ക്യാമറക്ക് ടിക്കറ്റ് ഉണ്ടോ എന്തോ അറിയില്ല. കയറി പോകാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതായത്
വേറെ സംഭവം കൂടി ഉണ്ട്. ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിതുപോലത്തെ ഒരു ചെറിയൊരു ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. എന്നാലും മാത്രമായിട്ട് 25 രൂപയും കൊടുക്കണല്ലേ ക്യാമറയ്ക്ക് ഫൈനായിട്ട്. ഫൈനല്ല, ക്യാമറയ്ക്ക് ഒരു ചാർജ് ഇത്രേ ഉള്ളൂ. മക്കളെ എന്നത് ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോലെ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോലെ ശരിക്കും ഇതിന് അങ്ങനെ ഇഷ്ടം പോലെ വെള്ളം വേണത് അല്ലേ. ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഈ ഗാർഡനൊക്കെ ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അതിമനോഹരമാവും. ഇതിന് നിറച്ച് വെള്ളം വേണം. ഇതിലങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഈ സംഭവം. ഇത് ഏകദേശം 1660 മുഗൾ ചക്രവർത്തിയായ ഔറംഗാബാദിൻ്റെ മകൻ അസം ഷാ രാജകുമാരൻ്റെ തൻ്റെ അമ്മനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകമാണിത്. ഒരു ശവകുടീരമാണ് നമ്മളീ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ താജ്മഹൽ മുംതാസിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ ഒരു അമ്മയോടുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഒരു അമ്മയോടുള്ള പ്രണയം, ഒരു ഉമ്മയോടുള്ള പ്രണയം അല്ലേ. തീർച്ചയായും ഇതിങ്ങനെ താജ്മഹലിനോട് സാമ്യം ഉണ്ടായിട്ട് ഇതിനെ ഇവിടേക്ക് ഇങ്ങനെ വേറൊരു പേരുണ്ട് കേട്ടോ ഇതിന്. അതായത് ഡെക്കാൻ താജ്മഹൽ എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. കാരണം ഇതിന് താജ്മഹലായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഞങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ താജ്മഹൽ കണ്ടില്ല. പക്ഷെ അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നതാണല്ലോ താജ്മഹലിൻ്റെ അല്ലേ. ഇമ്മാനോടുള്ള സ്നേഹമല്ലേ എത്രമാത്രം മകന്. പിന്നെ മകൻ്റെ സ്നേഹമാണത്. അതായത് ഇത് മനിത കാതലില്ലേ, അതിലും പുണ്യമാണത്. കേട്ടിട്ടില്ലേ? ഇറാനിലെ പ്രമുഖ സഫവിദ് രാജവംശത്തിൻ്റെ രാജകുമാരിയാണ് ദിൽറാസ് ബാനു ബീഗം. ഈ ദിൽറാസ് ബാനു ബീഗത്തിന് എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? 5 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയാണ് ഇത് നിർമ്മിച്ചത്. അതായത് ഏറ്റവും ഇളയ കുട്ടീനെ പ്രസവിച്ച സമയത്ത് പ്രസവാനന്തരമായിട്ട് എന്തോ ഒരു പനിയോ എന്ത് അസുഖം വരുവാണ്. അതിൽ തുടർന്ന് 1 മാസം കൊണ്ട് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ഹൈറ്റ്. ആ ഒരു മരണത്തിൽ വലിയ മകന് ഭയങ്കര സങ്കടമായി. ആ സങ്കടത്തിൻ്റെ തീക്ഷ്ണതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു തീക്ഷ്ണതയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയൊരു സമുച്ചയം എന്ന് പറയുന്നത്. മോനെ ഇതിലേ കയറാം, അതിലേയും കയറാം, ഇതിലേയും കയറാം അല്ലേ. നമുക്കിതിലേ കയറി നോക്കാം. ഞാൻ അതിൻ്റെ മേലേക്ക് എത്തിയാൽ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. എന്നാടത് അങ്ങനത്തെ 4 മിനാരകളുണ്ട് കേട്ടോ. 4 ഗോപുരങ്ങളുണ്ട് ഇതുപോലത്തെ. 1, 2, 3, 4ാമത്തെ ആ സൈഡിലാണ്. ഓ അടിപൊളിയായിരിക്കോ. ഇത് വന്നിട്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും. ആദ്യം ഇത് ചുറ്റി ഒന്ന് കാണണം. അതിനകത്തേക്ക് കയറാൻ പറ്റും. ആദ്യം ഒന്ന് ചുറ്റി ഒന്ന് കാണട്ടെ. ഇതിനെ ചുറ്റുള്ളൊരു വിസ്തൃതി. ഇവർ ശരിക്കും താജ്മഹലിനെ മറച്ചിടണമെന്ന് കരുതിയാണ്ടൊക്കെ നിർമ്മിച്ച സംഭവമാണിത്. പക്ഷേ എങ്കിൽ വാസ്തുവിദ്യയിലൊക്കെ എന്തോ സംഭവിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചതാ. എൻ്റെ മോനെ എന്നാ അതിൻ്റെ ഹൈറ്റില്ലേ. ആ വർക്കൊക്കെ നോക്കാം, ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അതിൻ്റെ താഴത്ത് പോയി നോക്കിയാൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ താഴത്ത് പോയി നോക്കിയാൽ അടിപൊളിയായിരിക്കും. അടിപൊളി. എൻ്റെ മക്കളെ എന്നാടാ അത്. അത് നമുക്കൊരു താജ്മഹൽ കണ്ടാൽ അതൊരു ഫീൽ തരുന്നുണ്ടല്ലേ. അടിപൊളി. അതിൻ്റെ അടിഭാഗം കാണുന്നത് ഗ്രാനൈറ്റാണ്. ഗുജറാത്തോ ഗ്രാനൈറ്റ്. ഈ സൈഡൊക്കെ കണ്ട പ്രാർത്ഥനയായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരിക്കും. 4 ഭാഗത്തും ഉണ്ട് ഇതുപോലെ സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. 4 ഭാഗത്തും. ജയ്പൂരിനുള്ള ഖനികളിൽ നിന്നാടാ ഇതിനുള്ള മാർബിൾ കൊണ്ടുവന്നത്. ജയ്പൂരിലെ ഖനികളിൽ നിന്നാണ്. എന്നാ മക്കളെ ഇതിൻ്റെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഇത് വന്ന് കാണാൻ സൂപ്പർ കാഴ്ചയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറി പോവാം അല്ലേ. നമ്മൾ കയറിയില്ലല്ലോ, അങ്ങനെ കയറിയാലോ. മാർബിളൊക്കെ എത്ര വരച്ചുണ്ടാക്കിയേക്കാണ്. ഞങ്ങളിതിനകത്ത് കയറിയേക്കാട്ടോ. അകത്തേക്ക് ഉള്ളിൽ കയറിയില്ല, ഇവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇവിടെ നോക്കിയാണ്ട അങ്ങോട്ടുള്ളൊരു വ്യൂ. മോനെ രക്ഷയില്ല. ഇപ്പോൾ അവിടെ അതൊന്നുമില്ലല്ലോ. അവിടെ ഹാളിലേക്ക് കയറി
ഇവിടെ ഒരു എക്കോ അടിക്കുന്ന ഏരിയ ആണ്. അതാണ് പൈസയാണത്. പൈസ കിടക്കുന്ന ഫുള്ള് പൈസയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പൈസ ഇട്ടേക്കാണ് ആളുകൾ. ഇത് ഒരു ജനൽ പോലെയൊക്കെ ഉണ്ടോ? ഒരു സൈസ് നെറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയേക്കാണല്ലേ. ഇതൊക്കെ ഒരു മാർബിളാണ്. ഇതൊക്കെ മാർബിളാണ്. ഓ പൈസ ഉണ്ടോ? ഇതൊക്കെ മാർബിളാണ്. കാണേണ്ട സ്ഥലം. ഇത് മരമാണല്ലേ? അപ്പോൾ ഇത് മരമാണ്. ഇവിടെ ചില ആളുകൾ വളരെ ഭക്തിയോട് കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് പൈസയാണ് ഇട്ടിട്ടുള്ളത്. എത്രയോ പൈസ. ഇവിടുന്ന് വീട് കഴിഞ്ഞാൽ പണിയാവും ചെയ്യും. ഹൈറ്റുണ്ടോ? അതായത് നമ്മളീ പോകുമ്പോൾ കണ്ടിരുന്ന വഴി ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ക്ലീനിങ്ങിനും അതുപോലെ തന്നെ ആ കിടക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് എടുക്കണ്ടല്ലേ. എത്രയാണ് പൈസ അവിടെ എറിഞ്ഞിട്ടുള്ള ആളുകൾ. ധാരാളം പൈസകളാണ് അവിടെ എറിഞ്ഞിട്ടുള്ളത്. ചില്ലറ നോട്ടും ഒക്കെ കണ്ടമാനം പൈസ എല്ലാം ഉണ്ട്. നോട്ടുകളെല്ലാ നോട്ടുകളും ഉണ്ട് അല്ലേ. ഇനി ഇവിടെ നല്ലൊരു വ്യൂ ആണ് നമ്മൾക്ക് അങ്ങോട്ടേക്കുള്ളത്. ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഉണ്ടാ. ഓ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പുല്ലുകളൊക്കെ മുളക്കും. കുക്കുവിനൊന്നും എടുത്താന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തോക്കട്ടെ ഇവിടെ കുക്കുവിന്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ക താജ്മഹലിനെ അല്ലേ, താജ്മഹലിൻ്റെ അതേ ഒരു രീതിയിലാണ് പണിത് വെച്ചേക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. വന്ന് കാണേണ്ട സ്ഥലമാണ്. എന്താ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പോയോട്ടെ. പാർക്കിങ് ചെന്നിട്ട് നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കാണണം. വണ്ടി കണ്ടാലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. അതെ അതെ. ലോക്കോ പിന്നെ പാനിപ്പൂരി കഴിക്കാം. ലോക്കോ ഞങ്ങളങ്ങനെ താഴത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പാനിപ്പൂരി വെച്ചിട്ട് ഞാൻ വണ്ടി എത്തിക്കോ കേട്ടോ. പാർക്കിങ്ങിൽ നമ്മളുടെ വണ്ടി ജീവനോടെ ഉണ്ട്. ഉള്ളിലെല്ലാം ഇല്ലേ? ഉള്ളിലെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ട കിടക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൂടിയും കിട്ടണം നമുക്ക്. അപ്പോൾ എന്നാൽ നേരെ നമുക്ക് വിട്ടു നോക്കാം. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് എവിടേക്ക്? അജന്ത കേവ്സിലേക്ക്. അതെ, അജന്ത കേവ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി ആ പോകുന്ന വഴിക്കടയിലേക്ക് കിട്ടണം. നമുക്ക് വല്ല ദാബയോ പമ്പ് എന്തെങ്കിലും കിട്ടണം. ഇറങ്ങി നോക്ക്. ഇവിടെ നിന്ന് നേരം വൈകി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം 5 മണിയായി. അങ്ങനെ ഏതായാലും ഇന്നും തന്നെ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ഞങ്ങൾക്ക് അഭയം ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അഭയാർത്ഥികളായി വന്നിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇന്നത്തെ സ്റ്റേ എവിടെയാണ്? ഈ സ്ഥലമൊക്കെ ഉണ്ടോ? ബാക്ക് സൈഡ് കാണാനൊക്കെ നല്ല രസമാണ്. പാടമാണ്. പിന്നെ നല്ല കാറ്റുമുണ്ട്. കാറ്റുള്ളൊരു ഏരിയയാണ്. രാത്രി കിടക്കുമ്പോൾ കുറച്ച് കാറ്റുണ്ടെങ്കിലേ ഒക്കെ ഉറങ്ങാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഔറംഗാബാദിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്ററൊക്കെ പോന്നിട്ടുള്ളൂ. 30 പോകുന്നുണ്ടല്ലോ, 20 കിലോമീറ്റർ കണ്ടു. ഞാൻ നിസ്സാറായിട്ട് കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. അതെ അതെ, താജ്മഹൽ കയറി. അല്ല എന്താ മട്ടം കിടക്കല്ലേ? കിടക്കണം. 10 മണിയായോ? നമുക്കെന്നേ ഞങ്ങളുടെ കിടക്കുന്ന, അതായത് നമ്മൾ കിടന്ന് നീക്കണ കണ്ടിരിക്കണ ആളുകൾ പുറത്തേക്ക് ഇറങ്ങ്. ക്ലിയറില്ല. രാവിലെ ഞങ്ങൾ കിടന്ന് എണീക്കണ കണ്ടിട്ടുണ്ട് പലരും. പക്ഷേങ്കിൽ ഞങ്ങൾ കിടക്കുമ്പോൾ എന്തൊക്കെ തരം പണികൾ ഞങ്ങൾക്ക് എടുക്കണം, ബെഡ് സെറ്റാക്കലൊക്കെ എങ്ങനെയാണ്, അത്തരത്തിൽ ഞങ്ങൾക്കൊന്നും കാണിച്ചു തന്നില്ല. ഏതായാലും ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്താം നമുക്ക്. എന്താ എന്നാൽ നോക്കിയാലോ? നോക്കുകയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കണം. എന്നാൽ ഓരോന്ന് എടുക്കുക. അതായത് ഇതിൽ രണ്ടാളും ഒരുമിച്ച് ചെയ്യണ പണിയാണ് ഞങ്ങൾ അല്ലേ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരാൾക്ക് പണിയെടുക്കലും ഒരാൾ വീഡിയോ എടുക്കലൊക്കെ കണ്ടുവരും. എന്തായാലും ഡ്രസ്സും കാര്യമൊക്കെ എടുത്തോ. എടുത്താണ്ട് ഇങ്ങനെ കയ്യിൽ തന്നാൽ മതി. എന്തോ ഒരു സാധനം ചാടി. ഈ ഡ്രസ്സും കാര്യമൊക്കെ നമ്മൾ ഇവിടേക്കാണ് വെക്കുന്നത്. കൂളിംഗ് ഗ്ലാസ്സോ? അടുക്ക ബേജാറാണ്ട. അപ്പോൾ പിന്നെ അതായി. ഇനി അത് ഞങ്ങളുടെ പുതപ്പാണ്. പുതപ്പ് ഇതിൽ തന്നെ വെക്കാം. അത് നമുക്ക് വലിച്ചൂരി എടുക്കരുതെന്ന്. കാരണം അതൊന്ന് വലിച്ചൂരി എടുക്കാൻ വേണ്ടി കഴിയും. തലയണ അവിടെ വെക്കണമല്ലോ. തലയണ അവിടെ വെക്കാം. പാത്രങ്ങൾ ചേട്ടനപ്പോൾ പുറത്തേക്ക് വെച്ചോ. പാത്രങ്ങൾ എൻ്റെ മുണ്ട്. പാത്രങ്ങളും തന്നെ ഇവിടെ വെക്കണം. അയ്യോ, പാത്രങ്ങൾ അവിടെ വെക്കണം. പക്ഷേങ്കിൽ ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അരിനെ ഇവിടെ വെക്കാം. ഇതിൽ മുട്ട ബക്കറ്റാണ് നമ്മൾ വെള്ളം എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു ബക്കറ്റ്. പിന്നെ ഇതെൻ്റെ ഒരു തോർത്തുണ്ടോ അവിടെ വെച്ചാൽ ഈ പെട്ടി നിർത്തി വെക്കാം.
ക്യാമറ വേണ്ടായിട്ട്. പിന്നെ നമ്മളുടെ ബെഡ്. ഇനിയാണ് കളി, ഇനിയാണ് ശരിക്കും കളി ആരംഭിക്കുന്നത്. അതൊക്കെ കടന്നോട്ടെ, പടച്ചു ഈ ബെഡ് പിടിച്ചാ. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇനി എന്താ പരിപാടി വെച്ചാൽ, ഇത് 3 പീസാണല്ലോ. അതിൽ ആദ്യം ഈ പീസിനെ, ഇത് കുക്കുവിന് ചാരായിട്ട് വെച്ചിട്ടുള്ള പീസാണ്. ഈ പീസിന് ഇതേപോലെ അങ്ങനെ പുറത്തേക്ക് വെക്കാം. രണ്ടാമത്തെ പീസ്, അതായത് മൊത്തം എല്ലാ പീസും ഇറക്കേണ്ടി വരും ചിലപ്പോൾ. കിട്ടണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ കേട്ടോ. കാണാത്തവരൊക്കെ ഇനി കണ്ടില്ലറണ്ട. നിങ്ങൾ റൂമിലാണ് കിടന്നുറങ്ങൽ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേങ്കിൽ റൂമിലൊക്കെ കിടന്നുറങ്ങേണ്ട കാര്യം, നമ്മൾക്ക് ഇത്രയും ദൂരം പോകുന്ന ഇത്രയും ദിവസം ഒന്നും ട്രാവൽ ചെയ്യൽ നടക്കില്ല. കാരണം നമുക്ക് ഭയങ്കര ചിലവായിരിക്കും. ഇത് ഇങ്ങനെ പോന്നിട്ട് തന്നെ നമുക്ക് ചിലവ് എന്തൊക്കെയോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഈ ലാസ്റ്റ് പീസ് നമ്മൾ ഇറക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ലാസ്റ്റ് പീസിനെ പോയിട്ടാണ് കറക്കണം. ഓക്കെ, ഓക്കെ ആണോ അല്ലേ നോക്കുക. എങ്ങനെ വെച്ചാൽ നമ്മളിവിടുത്തെ ഈ പീസ് ഉണ്ടല്ലോ, ഇത് 2 പീസാണ്. ഇത് ഒറ്റൊരു പീസായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ഓട്ടോ ലൈഫ് ആയപ്പോഴാണ് ഇത് ചേഞ്ച് ആക്കി. അപ്പോൾ അത് ഹാൻഡിൽമ തട്ടുണ്ട്. ശരിക്കും അത് ഹാൻഡിൽമ തട്ടാൻ പാടില്ല. അപ്പം എന്താ വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി പോരാണ്ട്. ഇതാണ് ഇതിൻ്റെ ലെവല്. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഇതിപ്പോൾ അങ്ങോട്ട് സ്ലോപ്പാ. ചട്ട വെക്കുക. അതെന്ത് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഇത് ശരിക്കും ഇവിടെ മേലെ വെച്ച് വെൽഡ് ചെയ്യേണ്ട സംഭവമായിരുന്നു. പക്ഷേങ്കിൽ അത് നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ കൊണ്ട് കാര്യമായിട്ട് എടുത്തില്ല അത്. അപ്പോൾ അതിപ്പോൾ അത്യാവശ്യം ഇന്ന് സാധാരണ ഞങ്ങളിങ്ങനെ ചെറിയൊരു കയറ്റൊക്കെ അല്ലേ, ഇപ്പോൾ പമ്പിലൊക്കെ നമ്മൾ കട്ടൊക്കെ വെച്ച് ചെറിയൊരു കയറ്റുണ്ടാവില്ല, അങ്ങനെ നിർത്തലായിരുന്നു. പക്ഷേ ഇത് ഇന്നതിന് സാധിച്ചില്ല. എന്നപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു പണി ചെയ്യാറുണ്ട്. പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളത്. അതിലൊക്കെ നമ്മൾ അടുപ്പിന് കാറ്റെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. ഇത് ചെറിയൊരു സ്ലോപ്പിൻ്റെ വ്യത്യാസമുള്ളല്ലോ. ഇനി ബാക്കിയുള്ള പീസ് കൂടി വെക്കാം. ബാക്കിയുള്ള പീസ് കൂടി വെക്കാൻ വേണ്ട. ഇത് ഞങ്ങൾ 2 പേര് ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കാരണം കുക്കു എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ കുക്കിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേക്ക് നടക്കുകയുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കുക്കോ. അതെ അതെ. ഈ ചട്ടക്കൊരു പീസില്ല എന്നാടാ. എന്താ അവിടെ അതിനുണ്ടാവും ബക്കറ്റൊക്കെ ഇവിടെ അല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം സ്ലോപ്പ് വല്ലാണ്ട് ക്ലിയർ ആയില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കട്ടിൽ റെഡി ആവുന്നത്. കട്ടിൽ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി ബെഡ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ബെഡ് വെറും 450 രൂപ വില വരുന്ന 450 അത്രയല്ലേ ഉള്ളൂ. 600 എന്നോ. നമ്മളിത് ഫസ്റ്റ് ഹോട്ടൽ ലൈഫ് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതാകെ നാശമായിട്ടോ. നാശമായി കാരണം ചളിയായി. അന്ന് അത്ര അല്ലല്ലോ. 1000 ഉണ്ടോ? 1000 ഒന്നുമില്ല. ഇല്ല. പിന്നെ തലേണ ഉപ്പ് സാധാരണ തലേണ ഉപയോഗിക്കില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ അവന് ഈ മുണ്ട് വെച്ച് ഉപയോഗിക്കണ്ടേ. ഞാൻ അപ്പുറം പറഞ്ഞ പോരുമ്പോൾ തലേണ കൂടി എടുക്കാറ്. ഏതായാലും പിന്നെ തോർത്തുമുണ്ട്, പിന്നെ ഇനി പുറത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ബെഡിൽ കയറി. ബെഡ് സെറ്റായി. ഇനി ഉള്ള നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ഇനിയുള്ള പരിപാടിക്ക് ഞങ്ങൾ 2 പേര് വേണം. അത് കാട്ടിയിട്ട് കാണിച്ചു തരാം. അതായത് കൊതുകുവല കെട്ടുന്ന രീതി ഇങ്ങനെയാണ്. അതായത് 2 തലക്കിലോരെ കയറിട്ടിട്ട് ഇങ്ങനെ മേലേക്ക് നെറ്റിപ്പട്ടം പോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കെട്ടാൻ വേണ്ടിയിട്ട് 2 പേര് വേണം. കാരണം ഇവിടുന്ന് ആളെ കൊടുത്ത് അവിടെ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ കെട്ടുന്നത്. ഇനി എന്താ വെച്ചാൽ നോക്കൂ, ഇത് എടുത്ത് വെച്ചാളാ. ഇത് പെട്ടി, നമ്മളെ പെട്ടി സീറ്റിൻ്റെ അടിയിൽ ഇവിടെ പോവും.
കൈ തട്ടാതെ നോക്കട്ടോ. പിന്നെ നമ്മൾക്ക് ഇത് നമ്മുടെ വാതിലാണ്. വാതിൽ നമുക്ക് വെക്കണം. വാതിലാണ് ഈ സൈഡത്തെ കർട്ടനാണ് നമ്മളുടെ. അത് കഴിഞ്ഞാൽ ഈ കയറുമല്ലേ. മൊബൈലൊക്കെ എടുത്തോ. മൊബൈലെടുത്തോ. ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കൊതുകേ എനിക്ക് എഴുതിയ പോലെയൊന്നല്ല. ഓൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ കയറും. അപ്പോൾ ഇതിൻ്റെ അടിയേക്ക് ബെഡിൻ്റെ അടിയേക്കാണ് ഞങ്ങളിത് ഇങ്ങനെ തുറ്റി വെക്കാറാണ് പതിവ്. എന്നാൽ പിന്നെ കയറാം. അതെ, അവിടെ ചെരുപ്പ് ഊരിയിട്ട് അപ്പോൾ അവൻ കയറുന്നത് പോലെ. അപ്പോൾ നമ്മൾ കയറാനാകെ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. കേട്ടോ, ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കയറാം. പതുക്കെ തിരിഞ്ഞിട്ട് പതുക്കെ വെക്കുക. അയ്യോ, ഓക്കെ സെറ്റ്. ഇനി അതിൻ്റെ അതൊന്നും അവിടെ കുടുക്കിക്ക എൻ്റെ സൈഡ്. മറ്റേ ഞാൻ വിട്ടോളാം. ഇനി എന്താ വെച്ചാൽ ഇനി എനിക്ക് ഈ സൈഡ് കർട്ടൻ ഞാൻ ഇടണം. അതുപോലെ തന്നെ ആ സൈഡ് ഞാൻ ഇടണം. ഈ ലൈറ്റുകളൊക്കെ ഓഫ് ആക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാതിലടക്കാൻ വേണ്ടി പോവാണ്. വാതിലടക്കൽ ലാസ്റ്റ് ഘട്ട പരിപാടിയാണത്. അപ്പോൾ കൊതുകുവലയും കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയിപ്പോൾ കുക്ക് കയറിയ മാതിരി തന്നെ ഞാനിവിടെ എൻ്റെ ചെരുപ്പ് ഊരിയിട്ട് നമ്മളുടെ മൊബൈലുണ്ട് എൻ്റെ കയ്യിൽ. ബുക്കുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വാച്ച് ഉണ്ട്, പേസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഞാനിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളെ വാതിൽ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യും. ഇവിടെ ആയിട്ടില്ല അടിഭാഗം ലോക്ക് ചെയ്യാൻ മറന്നുപോയി. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ താഴത്ത് ഇവിടെ ഒരു ലോക്കുണ്ട്. ഇത് നിർബന്ധം കൊടുക്കല്. ഇത് കൊടുത്തില്ലെങ്കിൽ എന്താണോ വല്ല ചെരുപ്പും കാര്യമൊക്കെ നായക്കൾ കൊണ്ടുപോകും. നായ കടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചെരുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ഇനി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എന്താ നമ്മൾ ലോക്ക് കൊടുത്ത് ഇവിടുത്തെ ലോക്ക് അതും കൊടുത്ത് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇനി ഇങ്ങനെ കിടക്കുക. ഇനി ഞങ്ങളുണ്ടോ കിടക്കുക. എന്നിട്ട് നമ്മുടെ പരിപാടി ഇനി ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കിടന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ മേലിൽ കൂടെയാണ് നെറ്റ് കിടക്കുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മളൊന്ന് ചേഞ്ച് ആക്കണ്ടേ? ഇപ്പോൾ ചേഞ്ച് ആക്കണം. അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു പരിപാടി കൂടി ഉണ്ട്. ആ സൈഡ് വേഗം കൊളുത്തേ. അതായത് അവിടെ ഒരു ടൂളുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. ഒരു വറകും കൊള്ളി. ഇതിനാ ടൂള് അതെ. തിരിച്ചിട്ട് ഒറ്റ തിരികല് ആ ഗ്യാപ്പൊക്കെ അങ്ങനെ ഇറക്കി കൊടുക്കും. ഓക്കെ, അതേ സെയിം പരിപാടിയാണ് നമ്മളടുത്തുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വടിയില്ല. അതാ വടി പോയിക്കണേ. അവിടെ നോക്കിയാ കിട്ടിയോ? അപ്പം എൻ്റെ കയ്യിലും ഉണ്ട് ഇതേപോലത്തെ ഒരു വടി. എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ട് നേരം പരപര വളർത്തും. അങ്ങോട്ട് നോക്കിയാൽ പാടം പറമ്പ് ഉണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കിടത്തവും കാര്യമൊക്കെ വരുന്നത്. എണീറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പോൾ കുളിക്കൊക്കെ വേണ്ടേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചോ അതിൻ്റെ ഒക്കെയാണ്. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.